വായു ഗുണനിലവാരം വളരെ മോശം നിലയിൽ തന്നെ തുടരുകയാണ്. പ്രധാന നഗരങ്ങളിൽ വായു ഗുണനിലവാരം 300-ന് മുകളിലാണ്. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, വായു ഗുണനിലവാര സൂചിക വളരെ മോശം അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ക്ലൗഡ് സീഡിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ നടപ്പായില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? നിലവിൽ എന്താണ് അവസ്ഥ? രാജ്യതലസ്ഥാനം ഇപ്പോഴും വിഷപ്പുകയിൽ തന്നെയാണ്. ഇത് മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചെങ്കിൽ പോലും ഒന്നും വിജയകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടില്ല. പ്രത്യേകിച്ച് കൃത്രിമ മഴ അതൊക്കെയും ഏറ്റവും അവസാനം പരാജയപ്പെട്ട സാഹചര്യത്തിൽ പുതിയ നടപടികൾ ഇപ്പോൾ ആലോചിക്കുകയാണ്. പ്രധാന നഗരങ്ങളിൽ ഇപ്പോഴും 300-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു 50-ന് മുകളിലേക്ക് എത്തുകയാണെങ്കിൽ അത് ശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ സ്ഥാനത്താണ് ഇപ്പോൾ 300-ന് മുകളിലേക്ക് എത്തിയത്. പ്രധാന നഗരങ്ങളിലെ അക്ഷരധാമത്തോടൊപ്പം തന്നെ ആനന്ദ് വിഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ 392-ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡൽഹി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ചില നടപടികൾ, പ്രത്യേകിച്ച് ഈ സ്പ്രേ അടക്കമുള്ള, അതായത് വാട്ടർ സ്പ്രേയിങ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയെങ്കിൽ പോലും അതൊക്കെയും പൂർണ്ണതോതിൽ വിജയകരമായിട്ട് എത്തിക്കാൻ വേണ്ടി ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്തായാലും ഇത്തരം നടപടികളൊക്കെയും വീണ്ടും തുടരാൻ തന്നെയാണ് ഇപ്പോൾ ഡൽഹി സർക്കാരിന് നീക്കം. അതിനിടയിലാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിലെ മലിനമായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ വീണ്ടും മലിനപ്പെടുത്തുകയാണ് BJP സർക്കാർ എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉയർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഇപ്പോൾ കനക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളൊക്കെയും നിലനിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് വായു ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നടപടികൾ ഡൽഹി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആലോചിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുന്നതോടൊപ്പം തന്നെ വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾക്ക് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ചില നടപടികൾ ഇന്നലെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്.